ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. താപസോത്തമൻ തന്നെ തൊഴുതു കുതൂഹലാൽ ഭൂപതിയായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. വൈശാഖകർമ്മമനുഷ്ഠിച്ചിടും ജനങ്ങൾക്കു കേശവൻ പ്രസാദിച്ചു. ധർമാർത്ഥ കാമാദികൾ ആശ പൂണ്ടവയെല്ലാം കൊടുത്തു സുഖിപ്പിച്ചു. നാശമില്ലാതെ മോക്ഷമൊടുക്കം നൽകുമെന്നും നിൻ തിരുവടിയുടെ വചസാ ബോധിച്ചിതു. അന്ധത തീരായികയാലൊന്നുണ്ടു ചോദിക്കുന്നു. അത്ര മാഹാത്മ്യമുള്ള യാതൊരു കർമ്മം ലോകേ സിദ്ധമല്ലാതെ വരുവാനെന്തു മൂലം മുനേ. കേൾക്കനീയെങ്കിലതിൻ കാരണം ചൊല്ലിയിടുവാൻ. ഭോഷ്കല്ല 3 ഗുണജാതങ്ങൾ ധർമ്മമെല്ലാം സത്വധർമ്മങ്ങൾ ഇതു ശോഭിപ്പാൻ പണിതുലോ. സത്യമിപ്പാരിലില്ല മന്യധർമ്മങ്ങൾ സിദ്ധം. ഐഹികങ്ങളാമർത്ത പുത്രമിത്ര സ്ഥാനാദിമോഹത്താൽ തമോ ഗുണധർമ്മങ്ങൾ ചെയ്തു നിത്യം. അങ്ങിനെയുള്ള ജനമേറുക കൊണ്ടു പാരിൽ തിങ്ങിന തമോ ഗുണധർമ്മങ്ങൾ വിഖ്യാതമായി. പിന്നെ രാജസധർമ്മം ധരിക്കും നൃപോത്തമ ചെന്നങ്ങു സ്വർഗലോകം പ്രാപിപ്പാനിച്ഛ പൂണ്ടു ഏറ്റവും പണിപ്പെട്ടു പല നാൾ ദുഃഖിച്ചിടും. അറ്റമില്ലാതെ ദ്രവ്യമഴിച്ചു യഥാവിധി യാഗാദിയായ കർമ്മജാലവും ചെയ്തു നാഗഭോഗ സിദ്ധിക്കു കൊതിച്ചിടുന്നു കിഞ്ചിൽ ജനം. ഇച്ചൊന്ന ഗുണം രണ്ടും ആശ്രിതമായിട്ടെത്ര നിശ്ചയമന്യകർമ്മം ഗുപ്തമെന്നറിഞ്ഞാലും ക്ഷുദ്രാശന്മാരായി ബഹുകർമ്മങ്ങൾ ചെയ്തു ജനം സത്വരം കാമ്യാനുവാസിക്കുന്നു. തമോധർമാൽ ഐഹിക പാരത്രിക ദാന സാത്വികധർമ്മം മോഹിതന്മാരാം മൂഢജനങ്ങളറിയുമോ. കുറ്റമല്ലതു മഹാമായ വൈഭവമല്ലോ ചെറ്റു പിന്നെയുമൊരു കാരണമുണ്ടു ചൊല്ലാം. കീർത്തിമാനായ നൃപനിക്ഷ്വാകുകുലേ ബഹുകീർത്തിമാനായി ക്ഷിതിപാലനം ചെയ്യും കാലം നൃഗനന്ദനവൻ സകല ഗുണാലയൻ. മൃഗയാ വിവശനായി ഗഹനമകം പൊക്കു നിഖിലദുഷ്ടസത്വ സഞ്ചയം കൊല ചെയ്തു. സുഖമേ നടക്കുമ്പോൾ അകമേ നിരൂപിച്ച ഗുരുവാം വസിഷ്ഠനെ കണ്ടു പോകേണമെന്നോർത്തരികൾ കുലകാലൻ നടക്കും ദശാന്തരേ. സരസമോരോ കൗതൂഹലങ്ങൾ മാർഗേ മാർഗേ നരപാലകൻ കണ്ടു ചെന്നീടും വിധൗ മുനിമാർ തണ്ണീർ പന്തൽ നിർമ്മിച്ചിടുന്നു. ചിലരനുമോദേന ജലം ദാനം ചെയ്യുന്നു. ചിലർ ഛായാമണ്ഡപങ്ങളെ നിർമ്മിച്ചിടുന്നു. ചിലർ തോയ ശുദ്ധിയെ ചെയ്തിടുന്നിതു. ചിലരെല്ലാം വിശ്രാന്തന്മാരായുള്ള വിപ്രരെ കാണും നേരം സശ്രദ്ധന്മാരായി നിന്നു വീയുന്നു ചില ദിക്കിൽ. ഫലമൂലങ്ങളിക്ഷു സുഗന്ധാദികളിവ ഫലവും ഭക്തിയോടെ ദാനം ചെയ്യുന്നു ചിലർ. ഭൂപതിവരനിവ കണ്ടു സന്തോഷം പൂണ്ടു താപസകുമാരന്മാരോടേവം ചോദ്യം ചെയ്താൻ. നിങ്ങളാരെന്നും പുനരെന്തിതിൻ ഫലമെന്നും മംഗലശീലന്മാരെ ചൊല്ലുവാൻ പരമാർത്ഥം. നൃപകേൾ വസിഷ്ഠന്റെ ശിഷ്യന്മാരല്ലോ ഞങ്ങൾക്കുപദേശിപ്പാൻ ഗുരുശാസനമുണ്ടായില്ല. കേൾക്കേണം ഭവാനെങ്കിൽ ചോദിക്ക ഗുരു തന്നോടാഖ്യാനം ചെയ്യുമെന്നാൽ അഖിലം ഗ്രഹിച്ചിടാം. ഇത്തം താപസവരരുളി ചെയ്ത നേരം പൃഥ്വിപാലകൻ പുനരാശ്രമമകം പുക്കു വന്നിച്ചു നിൽക്കുന്നോരു മന്നവൻ തന്നെ കണ്ടു നന്ദിച്ചു. മാർഗശ്രമമെല്ലാമേ തീർത്തിരുത്തി സുഖമുൾക്കൊണ്ടു പിന്നെ തൊഴുതു ചോദ്യം ചെയ്തു. അഖിലജ്ഞാനമൂർത്തേ
ചൊല്ലേണമെന്നോടിപ്പോൾ നിന്തിരുവടിയുടെ ശിഷ്യർകൾ ചെയ്യും കർമ്മം എന്തതിൻ ഫലമെന്നും എന്തിതിൻ വിധിയെന്നും കേൾക്കേണമെന്നു നൃപനിർബന്ധം കേട്ട മുനി കേൾക്ക വൈശാഖ മഹാത്മ്യങ്ങൾ എല്ലാമെങ്കിൽ വിഷമചിത്തന്മാരായി സർവകർമ്മവും വിട്ട് വിഷയാസക്തന്മാരായുള്ളവരെന്നാകിലും വൈശാഖ സ്നാനം ചെയ്താൽ അവന്റെ പാപമെല്ലാം ആശുവേർപ്പെട്ടു വിഷ്ണുഭക്തനായി വരുമവൻ. ഈ വ്രതം ഉപേക്ഷിച്ചു മറ്റുള്ള വ്രതാദിയും കേവലം ധ്യാന തപോദാനാദി ഫലം ദൂരാൽ. സ്നാനദാനാദി കർമ്മം മാധവേ ചെയ്തിടാഞ്ഞാൽ ദീനനായവൻ പിറന്നിടും ചണ്ഡാലവംശേ. തൽക്കാലേ യഥാവിധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടു ഭക്തവത്സലം രമാവല്ലഭം ഭജിച്ചാകിൽ ജപധ്യാനത്തെ കൊണ്ടു മാധവൻ പ്രസാദിക്കും. സലിലദാനം തൃഷാർത്തന്മാർക്കെന്നതുപോലെ അല്പധർമ്മങ്ങളെ കാലത്തു ചെയ്യുന്നതാകിൽ കെൽപ്പേറും വനാന്തരെ വല്ലിക്കുമെന്ന പോലെ മാധവകർമ്മം കിഞ്ചിൽ ചെയ്താകിൽ വർദ്ധിച്ചിടും നാശമില്ലതിനെന്നു കേശവപ്രസാദത്താൽ. അതു കാരണം ഭവാൻ ആചരിക്കേണമതു മധുനാ ജനൈ സർവൈരാചരിപ്പിക്ക സഖേ. സദ്ദിഷ്ടധർമ്മമേകും ചെയ്യാതൊരവൻ തന്നെ നിർദ്ദയം ദണ്ഡിപ്പിക്ക വേണം നീ നൃപോത്തമ. മന്ത്രസംയുതമുപദേശിച്ചു നൃപേന്ദ്രനെ ശാന്തനാം നൃപൻ കൂപ്പി സ്തുതിച്ചു പുറപ്പെട്ടു. തൽപുരം പൂക്കുരാജാ തൽ പ്രജാസംഘത്തോടും കെൽപ്പേറും വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അമ്പോടും വ്രതം തുടങ്ങിയിടിന ദിനത്തിൻ്റെ മുമ്പിലേ ദിനം പേരിയടിപ്പിച്ചത്യുച്ചമായി 9 വയസ്സായുള്ള ജനമെല്ലാവരും 80 താഴെയുള്ള വൃദ്ധരും മഹാവ്രതം ഇമ്പമോടനുഷ്ഠിച്ചിടായികിലോ ദണ്ഡിപ്പിക്കും മുമ്പിലേ തന്നെ വിചാരിച്ചു സേവിക്കനാഥ. രാജ്യത്തിലെല്ലാടവും ഈ വണ്ണം അറിയിച്ചു. പൂജ്യനാം നൃപനേവം ചെയ്തു സേവിക്കും കാലം പുത്രനാകിലും നിജവല്ലഭരെന്നാകിലും മിത്രരാകിലും ഗുരു ഭൂതന്മാരെന്നാകിലും വൈശാഖധർമ്മം വെടിഞ്ഞിടുകിൽ ഹനിച്ചിടും സംശയമേതുമില്ല എന്നും കൽപ്പിച്ച ശേഷം ഓരോരോ ദേശങ്ങളിൽ ഓരോരോ വിദ്വാൻമാരെ പാരാതെ നിയോഗിച്ചു തൻ മഹാത്മ്യത്തെ ചൊൽവാൻ. തുരങ്കം 10 മരുവുന്ന നരനെ 5 ദേശേശ്വ ധർമ്മഛേദനത്തിനായി ഭൂതലം തന്നിലെല്ലാം ഇങ്ങനെ നിയോഗിച്ചു മാധവപ്രിയൻ മനുജാധിപൻ ഭക്തിയോടെ. മുഖ്യമാം ദാനാദികൾ ചെയ്തു താൻ ചെയ്യിപ്പിച്ചും സൗഖ്യത്തെ വരുത്തിനാൻ എല്ലാവർക്കും ഒരുപോലെ. തൽക്കാലം മരിച്ചുള്ള മാനുഷരെല്ലാവരും ചൊൽക്കൊണ്ട വൈകുണ്ഠമാം ലോകം പ്രാപിക്കേയുള്ളൂ. എല്ലാവർക്കും ഭക്തിയില്ലെന്നാകിലും നൃപഭയാൽ നല്ല ധർമ്മങ്ങൾ ചെയ്തു വിഷ്ണുലോകം പ്രാപിക്കും. നരകം തന്നിലിതു നരനില്ലാതെ വന്നു പെരിക ഖേദത്തോടുമിരുന്നു ധർമ്മരാജൻ. മുഷ്കൃതമെഴുതുവാനില്ലാഞ്ഞു ചിത്രഗുപ്തൻ. ദുർഗർവം നീങ്ങി പൂർവരേഖകൾ മാഞ്ഞിതെല്ലാം ശൂന്യമായി വന്നു സുരനരകാലയങ്ങളും. മാന്യമായുള്ള മാർഗം കാൺകയാലതുകാലം കാലലോകത്തിനുള്ള വഴിയുമാശു തൂർന്നു. കാലവിസ്മയം ചൊൽവാനെഴുതോ വിരിഞ്ചനും. നാരദമുനി അന്നാളേകഥാകൃതാന്തനെ ചാരത്തു ചെന്നു കണ്ടു പൂജിച്ചു ധർമ്മരാജൻ. വന്നിച്ചു നിൽക്കുമവൻ തന്നോടു നാരദനും മന്ദഹാസവും ചെയ്തു മന്ദമായരുൾ ചെയ്തു. നരകവാസി ജനരോദനം കേൾപ്പാനില്ല, കാരണമെന്തു പുരാഘോരമായി കേൾക്കാമല്ലോ. സ്വസ്ഥനായി നിന്നിടുവരെന്തടോ ചിത്രഗുപ്തൻ. ഭൃത്യരാമിവർക്കേതും വേല ഇക്കാലമില്ലേ,
ദീനമാനുഷ മഹാരോദനം കേട്ടിടായിൽ മാനസേ സുഖനിദ്ര ഭോജനങ്ങളിലുണ്ടോ. നാരദവാക്യം കേട്ടു ദൈന്യത്തോടേവം ചൊന്നാൻ പാരതിയിലൊരു നൃപനിക്കാലം ജാതനായ. ഭൂമിപാലകൻ വിഷ്ണുപാലകനാകുന്നു പോൽ ഭൂമൗ വൈശാഖധർമ്മമാചരിച്ചിടുന്നു പോൽ സ്വപുരവാസികളും ഈ വണ്ണം തന്നെ വ്രതം നൃപശാസനം കൊണ്ടു മാധവം സേവിക്കുന്നു. സുവ്രതധർമ്മങ്ങളും അക്കാലം അനുഷ്ഠിച്ചു മാധവലോകം പ്രാപിച്ചിടുന്നു ജനമെല്ലാം. സ്വർഗലോകവും അമലോകവും വൃഥാവിപ്പോൾ മാർഗവും ജംഗമവ്യാപ്തമായി മഹാമുനി. കഷ്ടമിക്കാലം നൃപൻ വൈശാഖധർമ്മം കൊണ്ടു കാഷ്ടമെന്നതുപോലെ ആക്കിനാൻ നൃപാത്മജൻ. ധർമ്മരാജോക്തി പുനരീവണ്ണം കേട്ട നേരം നിർമ്മലനായ മുനി മന്ദഹാസേന ചൊന്നാൻ സ്വസ്ഥനായി തന്നെ വൃഥ കാലക്ഷേപണം ചെയ്തു ബുദ്ധിവിക്രമന്മാർക്കു യോഗ്യമല്ലേതുമെടോ. സ്വസ്ഥനല്ലകമെങ്കിൽ കണ്ടാലും മകാമതേ മർത്യനാമിവൻ തന്നെ പക്ഷേ കൊല്ലുവൻ യുദ്ധേ. സ്വാമി കൽപ്പിതം ചെയ്യുവാൻ ശക്തിയില്ലെന്നു വന്നാൽ മാമുനെ വിത്തേനിഹ ജീവിതം ദോഷബലം. വന്നതെന്നിലുമിനി ചെറ്റുപോർ ചെയ്യുന്നേൻ ഞാൻ ഇല്ല സംശയമേതുമെന്നുറച്ചെഴുന്നേറ്റു. യാത്രയും ചൊല്ലി മുനി പോയി മറഞ്ഞനന്തരമോർത്തു കൽപ്പിച്ചുറച്ചു തരസാ ചിത്തം തന്നിൽ. അന്ധത തീർന്നു പുനരന്തകൻ വിരവോടെ മന്ത്രി പുങ്കവന്മാരെ വിളിച്ചു ചൊല്ലിടിനാൻ. കീർത്തിമാനായ നൃപൻ തന്നോടു യുദ്ധത്തിനു ധാത്രി മണ്ഡലം നോക്കി നടക്ക നാം എല്ലാവരും. നാനാസേനകളോടു പേരിയും അടിപ്പിച്ചു ഭാനുനന്ദനൻ പോരിനടുത്തു വിരവോടെ 50 കോടി സംഖ്യസേനയോടൊരുമിച്ചു അമ്പെഴും അയോധ്യ പുക്കിടിനാൻ ധർമ്മരാജൻ. കീർത്തിമാനുടെ രാജധാനിയെ ചെറ്റുവളഞ്ഞാർത്തി തേടിടും ശംഖുമെടുത്തു വിളിച്ചപ്പോൾ നടുങ്ങി ജനമെല്ലാം. പ്രാസാദാദികളെല്ലാം ഇടിഞ്ഞു പിളർന്നുടൻ വീണിതു ഭൂമി തന്നിൽ. കലങ്ങി സമുദ്രങ്ങൾ കുലുങ്ങി ശൈലങ്ങളും വിലങ്ങിടുവാൻ പണിപതംഗ നികരവും. ശംഖനാദത്തെ കേട്ടു ഭൂപതി നോക്കുന്നേരം കുങ്കൃതി പൂണ്ട ബലം ചുഴവേ കാണായി വന്നു. ആരിവരെന്നു നിനച്ചമ്പൊടു നോക്കുന്നേരം ഘോരമാഹിഷാരൂഢനായ പുരുഷം കണ്ടു. തന്മനം കൊണ്ടന്നേരം ചിന്തിച്ചു ധരാധിപൻ. ധർമ്മരാജൻ താനിവൻ എന്നതു നിർണയിച്ചു. നമ്മുടെ ജനമിതിൻ പുറത്തു മിക്കവാറും ധർമ്മദൂതരെ കണ്ടാൽ മാനുഷരബലന്മാർ. തരണികുലേ മുന്നം ജനിച്ചു നൃപതികൾ പരനെ കണ്ടാൽ ഭയപ്പെടുമാറില്ല നൂനം. തരണി സുതനിവനോടു ഞാൻ എന്തു ചെയ്യൂ കരുണാകര വിഷ്ണു. ശരണം മറ്റില്ലാരും സ്മരിച്ചു ഭഗവാനെ ക്ഷണത്തിൽ നിജവിച്ചും ധരിച്ചു ബാണങ്ങളും ധരിച്ചു യുദ്ധത്തിനായി നടിച്ചു നൃപസേന മടിച്ചുകൊണ്ടു നിലവിളിച്ചു കാലൻ പടവിളിച്ചു ശത്രുക്കളെ കളിച്ചു യുദ്ധം ചെയ്തു മരിച്ചും ചില ജനമൊഴിച്ചു നിന്ന് ചിലർ കുതിച്ചു ചെന്നും ചിലർ പിടിച്ച വില്ലുമമ്പും പറിച്ചു വേഗത്തോടെ. മുറിച്ചങ്ങെറിഞ്ഞിട്ടങ്ങടിച്ചു ഗത കൊണ്ടു പൊടിച്ചു ഭൂമി തന്നിൽ പതിച്ചും ചിലർ കൈകാൽ പിടിച്ചു ഞെരിക്കുന്നു മരിച്ചു ബലം ചാപം. കുലച്ച ബാണങ്ങളെ പൊഴിച്ചു വൈരിമാറിൽ തറച്ചു ഭയം പൂണ്ടു വിറച്ചും ചിലരപ്പോൾ ജ്വലിച്ചു കോപത്തോടങ്ങയച്ചു ശസ്ത്രങ്ങളാൽ പൊളിച്ചു മാറിലേറ്റം തിളച്ചു വരും ചോര കുടിച്ചു മതിച്ചാർത്തും ചിരിച്ചിടുന്നു ചിലർ. യമസേനയും നരസേനയുമേവം തത്ര. സമരായി നിന്നു കിഞ്ചിൽ സമരം ചെയ്തവാറേ മൃത്യുമുമ്പായ മഹാശക്തന്മാരണഞ്ഞപ്പോൾ മർത്യസേനയുമോടി പാർത്ഥിവ പാർശ്വത്തോളം ഓടും തന്നുടെ സേന ഭൂപതി വീരൻ കണ്ടു. പാടവമേറും ബാണഗണങ്ങൾ തൂകിടിനാൻ. യമകിങ്കരാധിപൻ വന്നെതിരേറ്റു തോറ്റു ശമന പാർശ്വത്തോളം ഓടിനാനതു നേരം. അമിതബലനാകും രോഗനും യുദ്ധം ചെയ്തു
വിമലനായ നൃപശസ്ത്രങ്ങൾ വരും നേരം തടുത്തുകൂടാ എന്നു നിനച്ചു മന്ദം മന്ദം പടുത്വം വെച്ചു വാങ്ങി നിൽക്കുമ്പോൾ മൃത്യുതാനും അരിങ്ങളുടെ കുലമറുതി വരുവാനായി പെരിക ദിവ്യാസ്ത്രങ്ങൾ പൊഴിച്ചോരനന്തരം കരുത്താൽ വരും ശസ്ത്രമറുത്തു ധരാവതി തിളച്ചു മൃത്യുതന്റെ കരങ്ങൾ തളർന്നപ്പോൾ മഹിഷാസുരൻ പണ്ടു മായയോടെന്ന പോലെ മഹിഷമേറി വന്നു മതമോടർക്കാത്മജൻ ശംഖനാദങ്ങൾ കൊണ്ടും സിംഹനാദങ്ങൾ കൊണ്ടും സംഖ്യയില്ലാതെ യമകിങ്കരൻ നാദം കൊണ്ടും സങ്കടം 3 ലോകത്തിങ്കലും വർദ്ധിച്ചിതു ശങ്കരാഹരയെന്നു പുകഴ്ത്തും ദശാന്തരേ. കീർത്തിമാനോടു സമവർത്തി വന്നെതിർത്തേറ്റം കൂർത്തുമൂർത്തുള്ള ബാണം പേർത്തുപേർത്തെയ്തിടിനാൻ. ദിവ്യനാം നൃപൻ സമം പൊരുതുന്നതു കണ്ടു ദിവ്യബാണങ്ങൾ തൂകിത്തുടങ്ങി ധർമ്മരാജൻ. മാരുതാസ്ത്രത്തെ പ്രയോഗിച്ചിതു ധർമ്മരാജൻ. ധീരനാം നൃപൻ ശൈലാസ്ത്രം കൊണ്ടു നിഷേധിച്ചു. ഉരകാസ്ത്രത്തെ അയച്ചിടിനാൻ പിതൃപതി. ഗരുഡാസ്ത്രേണ തടുത്തിടിനാൻ നരാധിപൻ. പാവകാസ്ത്രത്തെ പ്രയോഗിച്ചിതു യമനപ്പോൾ ഭൂവരൻ വരുണാസ്ത്രം തന്നാലെ നിഷേധിച്ചു. അന്ധകാരമാമസ്ത്രം അന്തകനയച്ചപ്പോൾ ചിന്തിച്ചു നൃപൻ അരുണാസ്ത്രേണ മാറ്റിയിടിനാൻ. വരുന്ന ദിവ്യാസ്ത്രങ്ങൾ തടുത്തേറ്റം വരുന്ന കോപം സഹിയാഞ്ഞതിൻ മധ്യേ നൃപൻ പടുത്വമോടും തിരഞ്ഞെടുത്ത ബാണം ഞാണിൽ തൊടുത്തു വേഗം ചെവി കഴിച്ചു. ലക്ഷ്യം കണ്ടു വലിച്ചു നിറച്ചതിലയച്ച ശരം ചെന്നു തറച്ചു. ദണ്ഡപാണി തന്നുടി കൂർച്ചത്തിങ്കൽ വിറച്ചു. ദണ്ഡപാണി തിളച്ചു വരും ചോര ഇഴിച്ചേനതുമൂലം മിഴിച്ചുകൂടാഞ്ഞവൻ വടിച്ചു വീഴ്ത്തി പാരം നടിച്ചു. നിജ ദണ്ഡമെടുത്തു വിരിഞ്ചാസ്ത്രം അഭിമന്ത്രിച്ചു. ഭക്ത്യാ അയച്ചു കാലദണ്ഡം ജ്വലിച്ചു ചെല്ലുന്നേരം ദഹിച്ചു നൃപനെന്നു നിനച്ചു കാണും ജനം. ഹാഹാ ദൈവമേ കഷ്ടം കഷ്ടമെന്നോതും വിധൗ സാഹസം വെടിഞ്ഞവനീ ദൃശ്യം നിരൂപിച്ചു. പ്രത്യസ്ത്രമില്ല കാലദണ്ഡത്തിനെന്നു കണ്ടു സ്വസ്ഥനായി നീടിനാൻ ഭഗവൽ ഭക്തി പൂണ്ടു. ഭക്തനാം നൃപനുടെ സങ്കടം കണ്ട നേരം ഭക്തവത്സലൻ നിജ ചക്രത്തെ നിയോഗിച്ചു. കാലദണ്ഡത്തെ തടുത്തേറ്റവും കോപത്തോടെ കാലനെ കൂടെ ദഹിച്ചിടുവാൻ സഹസ്രാരം മുതിർന്നു ചെല്ലുന്നതു കണ്ട നേരത്തു നൃപൻ പുകഴ്ന്നു ഭക്തിയോടും അഴിഞ്ഞ ചിത്തത്തോടും. സഹസ്രഭാനുകോടി സഹസ്രനിഭുജയ സഹസ്രാരായ നമോ കാരുണ്യമൂർത്തേ ജയ. അഹിതകുലവനദഹന ജയ ജയ അഹിനാശനനാഥഭുജ സംസ്ഥിത ജയ. പരിപാലയ ധർമ്മം പാലയ ധർമ്മപരപുരുഷപ്രിയ ജയ പരമ ജയ ജയ. ധർമ്മരാജനെ ദഹിപ്പിക്കൊല്ല കഷ്ടം കഷ്ടം. നിർമ്മലമൂർത്തേ തസ്മൈ നമസ്തേ നമോ നമ. കീർത്തിമാനിത്തം സ്തുതി ചെയ്തപ്പോൾ സുദർശനമൂർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു മരുവിനാ. അത്ര വൈഭവമുള്ള വൈശാഖമഹാത്മ്യത്തിലുക്തമായിതു മയാ 12 സഖേ. ഇതി വൈശാഖമഹാത്മ്യേ 12. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.